നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മുതൽ പുതിയ ഉപനിഷത്ത് തുടങ്ങുകയാണ്. ചാന്തോക്യോപനിഷത്ത്. അതിൽ ഒന്നാമത്തെ ശാന്തി പാഠം. എൻ്റെ അംഗങ്ങൾ സമ്പുഷ്ടങ്ങളായി ഭവിക്കട്ടെ. വാക്ക്, പ്രാണൻ, നേത്രം, ശ്രോത്രം എന്നിവ സമ്പുഷ്ടവുമാകട്ടെ. എല്ലാ ഇന്ദ്രിയങ്ങളും ബലിഷ്ഠമാകട്ടെ. സർവവും ഉപനിഷത്ത് പ്രതിപാദിതമായ ബ്രഹ്മമാണ്. ഞാൻ ബ്രഹ്മത്തെ നിരാകരിക്കാൻ ഇടയാകരുത്. ബ്രഹ്മം എന്നെ നിരാകരിക്കാനും ഇടയാകരുത്. ഇങ്ങനെ എനിക്ക് അനുരാഗണം ഭവിക്കട്ടെ. ബ്രഹ്മരൂപമായ ആത്മാവിൽ രമിക്കുന്ന എന്നിൽ ഉപനിഷത്തുക്കളിൽ പറയപ്പെട്ടിരിക്കുന്ന ധർമ്മങ്ങൾ ഭവിക്കുമാറാകട്ടെ. അവ എന്നിൽ ഭവിക്കുമാറാകട്ടെ. ശാന്തി പാഠം കഴിഞ്ഞ് ഇനി ഒന്നാമത്തെ അധ്യായമാണ്. ഉദ്ഗീത ദൃഷ്ട്യ ഓങ്കാരോപാസനയെ പറ്റി പറയുന്നു. ഓം എന്ന അക്ഷരം ഉദ്ഗീതമാണ്. ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട് യജ്ഞത്തിൽ ഉദ്ഗാതാക്കൾ ഉച്ചസ്വരത്തിൽ സാമഗാനം പാടുന്നു. ഇവിടെ ഉദ്ഗീതോപാസന വ്യാഖ്യാനിക്കുന്നു. ചരാചരാത്മകമായ ഈ ഭൂതങ്ങളുടെ രസം, അതായത് ആധാരം ജലവും ജലത്തിൻ്റേത് പരിണാമ രൂപമായ ഔഷധികളും, അതായത് സസ്യങ്ങളും, ഔഷധികളുടെ രസാത്മകമായ പരിണാമം പുരുഷനും, പുരുഷന്റെ രസം ഏറ്റവും പ്രധാന വ്യാപാരം വാക്കും, വാക്കിന്റെ പ്രധാനപ്പെട്ട രൂപം ഋക്കും, ഋക്കിന്റെ പ്രധാനപ്പെട്ട രൂപം സാമവും, സാമത്തിന്റെ പ്രധാന രൂപം ഉദ്ഗീതവും, അതായത് സാമഗാനം ഓം എന്നതിൻ്റെ രൂപവും ആകുന്നു. ഓംകാരമാകുന്ന ഈ ഉദ്ഗീതം രസങ്ങളിൽ രസതമവും, അതായത് അതിപ്രധാനവും പരമവും പരാർത്ഥ്യവും എട്ടാമത്തേതുമാകുന്നു. പരമാത്മാവിൻ്റെ സൂചനയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഏതേതെല്ലാമാണ് ഋക്ക്, ഏതേതെല്ലാമാണ് സാമം, ഏതേതെല്ലാമാണ് ഉദ്ഗീതം എന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ ബാക്കി.